നമസ്കാരം. ആം ആദ്മി പാർട്ടിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമായി തുടരുന്നതിനിടെ വീണ്ടും പ്രതികരണവുമായി രാജ്യസഭാ എം.പി. രാഘവ് ചന്ദ രംഗത്തെത്തിയിരിക്കുകയാണ്. പാർലമെന്റിൽ പഞ്ചാബിന്റെ വിഷയങ്ങൾ അവഗണിച്ചുവെന്ന ആം ആദ്മി നേതാക്കളുടെ ആരോപണത്തിനാണ് സാമൂഹ്യമാധ്യമമായ എക്സിലൂടെ രാഘവ് ചന്ദ കടുത്ത ഭാഷയിൽ മറുപടി നൽകിയിരിക്കുന്നത്. പഞ്ചാബിന്റെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിൽ രാഘവ് ചന്ദ പരാജയപ്പെട്ടുവെന്ന് ആരോപിക്കുന്ന വീഡിയോ പുറത്തിറക്കാൻ നിർബന്ധിതരായ ആം ആദ്മിയിലെ സഹപ്രവർത്തകർക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് രാഘവ് ചന്ദ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ചെറിയൊരു ട്രെയിലർ മാത്രമാണെന്നും പിക്ചർ അഭി ബാക്കി ഹേ എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുണ്ട്. പഞ്ചാബ് എനിക്ക് വെറും ഒരു സംസാര വിഷയം മാത്രമല്ല, അതെന്റെ വീടാണ്, എന്റെ കടമയാണ്, എന്റെ മണ്ണാണ്, എന്റെ ആത്മാവാണെന്നും രാഘവ് ചന്ദ പറയുന്നുണ്ട്. പഞ്ചാബിലെ വിവിധ വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിന്റെ വീഡിയോയാണ് സമൂഹ മാധ്യമമായ എക്സിലൂടെ അദ്ദേഹം കുറിപ്പിനോടൊപ്പം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നങ്കണ സാഹിബ് കോറിഡോറിനായി ആവശ്യമുന്നയിച്ചതും കർഷകരുടെ മിനിമം താങ്ങുവിലയും സംസ്ഥാനത്തെ ഭൂഗർഭജല വിഷയം, ഭഗത് സിംഗിന് ഭാരതരത്ന നൽകണമെന്ന് ആവശ്യപ്പെട്ട് തുടങ്ങിയവയെല്ലാം ഈ വീഡിയോയിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പഞ്ചാബ് ധനമന്ത്രി ഹർപാൽ സിംഗ് ചീമ, ആം ആദ്മി പാർട്ടി നേതാക്കളായ അമൻ അറോറ, കുൽദീപ് സിംഗ് ദലിവാൽ തുടങ്ങിയവരാണ് കഴിഞ്ഞ ദിവസം രാഘവ് ചന്ദയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. പഞ്ചാബിന്റെ വിഷയങ്ങൾ ദേശീയ തലത്തിൽ ഉന്നയിക്കുന്നതിൽ രാഘവ് പരാജയപ്പെട്ടുവെന്നാണ് ഇവരുടെ പ്രധാന ആരോപണം. ഇതിനു പിന്നാലെയാണ് ആം ആദ്മി നേതാക്കൾക്ക് രാഘവ് ചന്ദ മറുപടി നൽകിയത്. രാഘവ് ചന്ദയെ രാജ്യസഭയിലെ ഉപനേതൃത്വ സ്ഥാനത്ത് നിന്നും ആം ആദ്മി പാർട്ടി നീക്കം ചെയ്തതോടെയാണ് പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ മറന്നേക്ക് പുറത്തു വന്നത്. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ രാഘവ് ചന്ദ അദ്ദേഹത്തെ പ്രതിരോധിച്ച് സംസാരിച്ചില്ല എന്നും പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിന് ഭയമാണെന്നും ആം ആദ്മി നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. അതായത് ഈ 2-3 ദിവസങ്ങൾക്ക് അപ്പുറത്തേക്കാണ് രാഘവ് ചന്ദ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തരംഗമായി മാറുന്നത്. ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും അടക്കം രാഘവ് ചന്ദ വലിയ രീതിയിൽ തരംഗമായി മാറുന്നു. അതായത് ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ അത് പാർലമെന്റിൽ ഉന്നയിക്കുന്നു, അതിനുവേണ്ട ഒരു പരിഹാരം അദ്ദേഹം തന്നെ നേടിയെടുക്കുന്നുണ്ട്. അതായത് ഈ ടെലികോം മന്ത്രാലയവുമായി ബന്ധപ്പെട്ട്, അതായത് ടെലികോം കമ്പനികളുമായി ബന്ധപ്പെട്ട് അവർ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് നടത്തുന്ന കൊള്ളയ്ക്കെതിരെ അദ്ദേഹം വലിയ രീതിയിൽ ശബ്ദമുയർത്തി. അങ്ങനെ ടെലികോം മന്ത്രാലയത്തിന് ഒരു നിർണായകമായ ഒരു നീക്കം നടത്തേണ്ടി വന്നു. അതിൽ രാഘവ് ചന്ദ വലിയ രീതിയിൽ വിജയിച്ചു. കൂടാതെ ഈ ഡ്രിങ്ക്സ് കമ്പനികളുണ്ട്, അതായത് ശീതപാനീയങ്ങൾ വിൽക്കുന്ന കമ്പനികളെല്ലാം തന്നെ ഫ്രൂട്ട്സ് എന്ന പേരിൽ വിപണിയിലേക്ക് ഇറക്കുന്നത് വെറും പഞ്ചസാര ലായനിയാണെന്ന് അദ്ദേഹം തെളിവ് സഹിതം പാർലമെന്റിൽ ഉന്നയിച്ചു. ഇതടക്കം ഈ കമ്പനികൾക്ക് വലിയ രീതിയിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ നിന്നൊക്കെ പണം ഈ ആം ആദ്മി നേതാക്കൾ കൈപ്പറ്റുന്നുണ്ട് എന്നൊക്കെ ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ രാഘവ് ചന്ദ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളടക്കം തരംഗമായി നിൽക്കുന്നത് ആം ആദ്മി നേതാക്കൾക്ക് വലിയ രീതിയിൽ അവർക്കൊരു ഉറക്കം തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതോടുകൂടിയാണ് രാഘവ് ചന്ദയെ മാറ്റാം എന്നൊരു നീക്കത്തിലേക്ക് ആം ആദ്മി നേതാക്കൾ എത്തിയത്. രാഘവ് ചന്ദയ്ക്ക് പകരം അശോക് മിത്തലിന് പാർട്ടിയുടെ ഉപനേതാവിന്റെ ചുമതലയും നൽകിയിരുന്നു. അതേസമയം രാഘവ് ചന്ദ പാർട്ടിയിൽ വിട്ട്, അതായത് ആം ആദ്മി പാർട്ടി വിട്ട് BJP-യിൽ ചേർന്നോക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. ഡൽഹി BJP അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം രാഘവ് ചന്ദയെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. 2012 മുതൽ ആം ആദ്മി പാർട്ടിയിൽ സജീവമായിരുന്ന നേതാവാണ് രാഘവ് ചന്ദ. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. കൂടാതെ ചാർട്ടേഡ് അക്കൗണ്ടായ രാഘവ് ആം ആദ്മിയുടെ ദേശീയ വക്താവായി TV ചാനലുകളിലടക്കം തിളങ്ങിയ ഒരു സമയമുണ്ടായിരുന്നു. 2015 ഡൽഹിയിൽ ആം ആദ്മി അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ 26-കാരനായിരുന്ന രാഘവ് ചന്ദയെ പാർട്ടിയുടെ ദേശീയ ട്രഷററായി നിയമിച്ചു. 2019 സൗത്ത് ഡൽഹിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. 2020 പാർട്ടി അദ്ദേഹത്തിന് പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകി. തുടർന്ന് പഞ്ചാബിൽ 92 സീറ്റ് നേടി ആം ആദ്മി അധികാരം പിടിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. 2020 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രജീന്ദർ നഗർ മണ്ഡലത്തിൽ നിന്ന് രാഘവ് ചന്ദ തിരഞ്ഞെടുക്കപ്പെട്ടു. 2022 പഞ്ചാബിൽ നിന്ന് അദ്ദേഹം രാജ്യസഭാ അംഗമായി. സാധാരണക്കാരെ ബാധിക്കുന്ന അധികമായും ഉന്നയിക്കാത്ത, അതായത് അധികം ഒരു MP ഉന്നയിക്കാത്ത ഒട്ടേറെ പ്രശ്നങ്ങൾ രാജ്യസഭയിൽ രാഘവ് ചന്ദ ഉന്നയിച്ചിരുന്നു.
അച്ഛനാകുന്നവർക്ക് ഭാര്യയെയും കുഞ്ഞിനെയും പരിചരിക്കുന്നതിനായി ഉള്ള അവധി, നഗരത്തിലെ ഗതാഗതക്കുരുക്ക്, വിമാന കമ്പനികൾ അധിക ബാഗേജിന് ഈടാക്കുന്ന ഉയർന്ന ഫീസ്, മൊബൈൽ കമ്പനികളുടെ 28 ദിവസത്തെ റീചാർജ് സംവിധാനം, മിനിമം ബാലൻസ് ഇല്ലാത്തതിന് ബാങ്കുകൾ ഈടാക്കുന്ന പിഴ, പഴച്ചാർ എന്ന പേരിൽ പഞ്ചസാര വെള്ളം വിൽക്കുന്നുവെന്ന ആരോപണം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ അദ്ദേഹം രാജ്യസഭയിൽ ഉന്നയിച്ച് ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. കൂടാതെ ഡെലിവറി ജീവനക്കാരെ സമ്മർദ്ദത്തിലാക്കുന്ന 10 മിനിറ്റ് ഡെലിവറി നയത്തിനെതിരെയും രാഘവ് ചന്ദ രാജ്യസഭയിൽ ശബ്ദമുയർത്തിയിരുന്നു.